ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിലേക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ അസിസ്റ്റൻറ്റ് HR മാനേജർ, അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ വേക്കൻസി വന്നിട്ടുണ്ട്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഫെബ്രുവരി മാസം 20-ാം തീയതി വരെയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. അടുത്തതായി ഓരോ പോസ്റ്റിൻ്റെയും വിശദാംശങ്ങൾ നോക്കാം. അസിസ്റ്റൻറ്റ് HR മാനേജർ എന്ന പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത MBA ഇൻ HR മാനേജ്മെൻറ്റ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് മിനിമം 5 ഇയർ എക്സ്പീരിയൻസ് ഇൻ HR മാനേജ്മെൻറ്റ്. 35 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 35,000 രൂപയായിരിക്കും ഈ പോസ്റ്റിന് ലഭിക്കുന്ന മാസശമ്പളം. അടുത്തത് അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ എന്ന പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത MBA ഇൻ ഓപ്പറേഷൻസ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ റിലേറ്റഡ് ഫീൽഡ് വിത്ത് എ ടോട്ടൽ 5 ഇയർ എക്സ്പീരിയൻസ് വിത്ത് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ പർച്ചേസ് ഓർ റിലവൻറ്റ് ഫീൽഡ്. ഇതിലേക്കും 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 35,000 രൂപയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന മന്ത്ലി സാലറി. അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. എ ബാച്ചിലർ ഡിഗ്രി ഇൻ ബിസിനസ് ഓർ റിലേറ്റഡ് ഫീൽഡ് വിത്ത് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ്, പ്രിഫറബിളി ഇൻ FMCG ഇൻഡസ്ട്രി. 30 വയസ്സ് വരെയുള്ളവർക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മാസശമ്പളം വരുന്നത് 20,000 രൂപയായിരിക്കും. 1 വർഷത്തേക്കാണ് നിയമനം വരുന്നതെങ്കിലും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് നോക്കി ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസും ഫുൾ ടൈം അഥവാ റെഗുലർ ബേസിൽ ചെയ്തതായിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് AICTE ഓർ UGC അപ്രൂവ്ഡ് ആയിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ജോയിനിങ്, റിലീവിങ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓതറൈസ്ഡ് പേഴ്സൺ ഓർ അതോറിറ്റിയുടെ സൈൻ ആൻഡ് സീലോട് കൂടിയതായിരിക്കണം. അപ്പോയിൻമെൻറ്റ് ലെറ്ററോ സാലറി സർട്ടിഫിക്കറ്റോ പേ സ്ലിപ്പോ ഇവയൊന്നും തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഈ പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് CMD ഓർ KBFPCL ആയിരിക്കും. സെലക്ഷൻ പ്രോസസ്സിൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ്, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫഷൻസി ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഓർ എനി കോമ്പിനേഷൻ ഓഫ് ദീസ് മെത്തേഡ്സ് എന്ന രീതിയിലാവാം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ തെറ്റ് കൂടാതെ ശരിയായ ഡേറ്റ തന്നെ എൻ്റർ ചെയ്യുവാനായി ശ്രദ്ധിക്കുക. ഏതൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേയും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ഓരോ പോസ്റ്റിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ് HR മാനേജർ എന്ന പോസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഓവർസീയിങ് റിക്രൂട്ട്മെൻറ്റ്, എംപ്ലോയി റിലേഷൻസ്, ട്രെയിനിങ്, പെർഫോമൻസ് ഇവാലുവേഷൻസ് ആൻഡ് കംപ്ലയൻസ് വിത്ത് ലേബർ ലോസ് എന്നിവയാണ്. അസിസ്റ്റൻറ്റ് പർച്ചേസ് മാനേജർ എന്ന പോസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് മാനേജിങ് പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ്, സപ്ലയർ നെഗോഷിയേഷൻസ്, ഇൻവെൻ്ററി കൺട്രോൾ ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയാണ് വരുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉൾക്കൊള്ളുന്നത് ഡ്രൈവിംഗ് സെയിൽസ്, ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മീറ്റിംഗ് സെയിൽസ് ടാർഗറ്റ്സ് എന്നിവയായിരിക്കും. സോ ഇതിലേതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.